യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കി ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ പൂർണ്ണരായി തീരണം. അങ്ങനെ ക്രിസ്തുവിൽ പൂർണ്ണരായി അല്ലെങ്കിൽ നമ്മൾ ആത്മീകന്മാരായി തീരാത്ത കാലം വരെയും നമ്മൾ ക്രിസ്തുവിൽ ശിശുക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ ഗ്രഹവിചാരകന്മാർക്കും രക്ഷകന്മാർക്കും കീഴടങ്ങി അല്ലെങ്കിൽ അവരിൽ നിന്ന് പഠിച്ച് ക്രിസ്തുവിൽ പൂർണ്ണരായി തീരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഈ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിന്റെ പുത്രനായി തീരണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ വിശ്വാസം എന്നാൽ എന്താണ്, അല്ലെങ്കിൽ വിശ്വാസം നമുക്ക് എങ്ങനെ ലഭിക്കും? അപ്പൊ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വിശ്വാസം ലഭിച്ച് ആ വിശ്വാസത്തിലൂടെയാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ വിശ്വാസം ലഭിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപയാലാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വിശ്വാസം ലഭിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ച് അത് കൃപയിലൂടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് വിശ്വാസം ലഭിച്ച് അങ്ങനെ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ രക്ഷ സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ വിശ്വാസവും കൃപയും തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസവും കൃപയും തമ്മിൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാം. ഇവിടെ വീണ്ടും ഇനി നമ്മള് എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം എന്നതോ, വചനം ഞാനൊന്ന് വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. അപ്പൊ നമ്മൾ കാണാത്ത ഒരു കാര്യം അത് നമുക്ക് ലഭിക്കുമെന്ന ഒരു ഉറപ്പാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഡെഫിനിഷനായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ലഭിക്കുമെന്ന ഒരു ഉറപ്പ്, ലഭിക്കുന്ന ഒരു ഉറപ്പ് നമുക്കുണ്ട്. അങ്ങനെ ആ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നിത്യജീവൻ ലഭിക്കുമെന്നാണ് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിന്തുടരുന്ന എല്ലാവരും വിശ്വസിക്കുന്നത് എനിക്ക് നിത്യജീവൻ ലഭിക്കുമെന്നാണ്. അങ്ങനെ നിത്യജീവൻ ലഭിക്കുമെന്നതിന് ഒരു തെളിവ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഈ ക്രിസ്തുവിലൂടെ എനിക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് വിശ്വസിച്ച ആ യേശുവിന് നിത്യജീവൻ ലഭിച്ച ഒരു ഉദാഹരണം നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, പക്ഷെ അത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ആ കാണാത്ത കാര്യം നമുക്ക് ലഭിക്കുമെന്ന ഒരു ഉറപ്പാണ് വിശ്വാസം എന്നാണ് ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്നത്. വീണ്ടും വിശ്വാസത്തെ കുറിച്ച് ഒരു ഡെഫിനിഷൻ ബൈബിൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. അപ്പൊ ഇവിടെ ഈ വചനത്തിലൂടെയും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് വരാത്തത് അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണെന്നാണ് ബൈബിൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ച് ആ വിശ്വാസത്തിൽ നിന്ന് ആ വിശ്വാസത്തിൽ നിന്ന് അല്ലാതെ നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രവൃത്തികളും പാപമായിട്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായം 6-ാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കേണ്ടതല്ലോ. അപ്പൊ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഇനി നമുക്ക് വിശ്വാസം കൂടാതെ ഈ ലോകത്തിൽ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? ദൈവമുണ്ട് എന്നും ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുമെന്ന് നാം വിശ്വസിക്കണം എന്നാണ് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമ്മള് റോമർക്ക് എഴുതിയ ലേഖനം
അതിന്റെ 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഈ നമ്മുടെ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ വിശ്വാസം മൂലമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി. പക്ഷെ യഥാർത്ഥ വിശ്വാസം ഇതാണോ? ഇതല്ല. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു നിർവചനം മാത്രമാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഈ നമ്മള് ഈ പഠിച്ചതോ അല്ലെങ്കിൽ ഈ മനസ്സിലാക്കിയത് വിശ്വാസത്തിന്റെ ഒരു നിർവചനം മാത്രമാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് അത് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യത്തിലൂടെ ആ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിന്റെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. അപ്പൊ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവത്തിന്റെ ശക്തിയാകുന്നുവല്ലോ. അപ്പൊ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ലജ്ജിക്കുന്നില്ലെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. ആദ്യം ഈ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ രക്ഷയാണ്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ ഈ വിശ്വാസത്തിലൂടെയാണ് ലഭിക്കുന്നതെന്നാണ് ഈ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അതിന്റെ അടുത്ത വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, അതാണ് വിശ്വാസത്തിന്റെ ഒരു യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ഒരു ഡെഫിനിഷൻ പോലെയല്ല. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഈ വാക്യം മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: അതിൽ ദൈവത്തിന്റെ വിശ്വാസം ഹേതുവായും അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ ദർ ഈസ് ദി റൈറ്റ്നെസ് ഓഫ് ഗോഡ് റിവീൽഡ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, ആസ് ഇറ്റ് ഈസ് റിട്ടൺ, ദി ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ലെറ്റർ ഒരു വ്യക്തിക്ക് അയക്കുന്നത് പോലെയാണ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഫെയ്ത്ത് ഈസ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ബൈ ഫെയ്ത്ത് എന്നാണ് വിശ്വാസത്തിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത്. അപ്പൊ ഫ്രം ഫെയ്ത്ത് എന്ന് വെച്ചാൽ അതൊരു ശരിക്കും ഒരു ലെറ്റർ അയക്കും പോലെയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് ജോണി എന്നാണെന്ന് വിചാരിച്ച കൂട്ടുകാരന്റെ പേര്. അപ്പൊ ഞാൻ ജോണിക്ക് ഒരു ലെറ്റർ അയക്കുകയാണെങ്കിൽ ഫ്രം എഴുതിയിട്ട് എന്റെ പേരാണ് എഴുതുന്നത്. ടു എന്ന് പറഞ്ഞിട്ട് ജോണി, ടു ജോണി എന്ന് എഴുതും. അതുപോലെ ഇവിടെ ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. അപ്പൊ ഈ ഫ്രം ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം ദൈവത്തിൻ്റെതാണ്. ദൈവം നമുക്കൊരു ലെറ്റർ അയക്കും പോലെയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസം ദൈവത്തിൻ്റെതാണ്. അപ്പൊ ദൈവം ഫ്രം ഫെയ്ത്ത്, ദൈവത്തിൽ നിന്ന് ആ വിശ്വാസം ടു ഫെയ്ത്ത് ആയി തീരണം. അപ്പൊ ദൈവത്തിൻ്റെതാണ് വിശ്വാസം. ആ ദൈവത്തിന്റെ വിശ്വാസം ദൈവം നമുക്ക് തരുന്നു. നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അത് ബൈ ഫെയ്ത്ത് ആയിട്ട് തീരുന്നു, അല്ലെങ്കിൽ എന്റെ വിശ്വാസമായിട്ട് തീരുന്നു. അപ്പൊ ദൈവത്തിലിരിക്കുന്ന ആ ദൈവത്തിന്റെ വിശ്വാസം ദൈവം നമുക്ക് തരുന്നു. നമ്മൾ ആ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം എന്റേതായി തീർന്നു. ഇനി ഈ വിശ്വാസമാണ് ഞാൻ മറ്റൊരു വ്യക്തിക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇത് ശരിക്കും ഒരു ലെറ്റർ അയക്കുന്നത് പോലെയാണ്. ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് ബൈ ഫെയ്ത്ത്, അതാണ് അതിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ വിശ്വാസം. ആ വിശ്വാസം എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോ നമ്മളൊരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ജോണി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ലെറ്റർ എനിക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ലെറ്റർ ജോണിയുടേതാണ്. പക്ഷെ ആ ലെറ്റർ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് എന്റെ ലെറ്റർ ആയി തീർന്നു. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വിശ്വാസവും. ദൈവത്തിന്റെ വിശ്വാസം ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിന്റെ വിശ്വാസം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു. അതാണ് ഫ്രം ഫെയ്ത്ത്. ദൈവത്തിന്റെ വിശ്വാസം ദൈവത്തിൽ നിന്ന്, അതാണ് ഫ്രം ഫെയ്ത്ത്. അത് നമുക്ക് തരുന്നു. അപ്പൊ അത് ടു ഫെയ്ത്ത് ആയി തീരുന്നു. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസം എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്റെ വിശ്വാസമായി. ആ വിശ്വാസം ഞാൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ വിശ്വാസം എനിക്ക് ലഭിച്ചു. ആ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത്. ആ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അവനെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്റെ നീതിമാൻ എന്നാണ്. അപ്പൊ ഒരു വ്യക്തി നീതിമാനായി തീരുന്നത്
ദൈവത്തിന്റെ വിശ്വാസം ആ വ്യക്തിക്ക് ലഭിച്ച് ആ വിശ്വാസം അനുസരിച്ച് അവൻ ജീവിക്കുമ്പോഴാണ് അത് അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നീതിമാനായി തീരുന്നത്. ഈ വിശ്വാസത്തിലൂടെയാണ് നമ്മുടെ പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ദൈവത്തിന്റെ സാക്ഷ്യം നമ്മുടെ പൂർവികന്മാർക്ക് ലഭിച്ചത് ഇതുപോലെ ഈ ദൈവത്തിന്റെ ഈ വിശ്വാസം അവർ സ്വീകരിച്ചപ്പോഴാണെന്നാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി വീണ്ടും ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അപ്പൊ നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോ അതിലൊരു അഹങ്കാരമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിൽ നമ്മൾ അഹങ്കരിച്ചിരിക്കുന്നു. ആ വിശ്വാസം നേരുള്ളതല്ലെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വിശ്വാസം നാം സ്വീകരിച്ച് ആ ദൈവത്തിന്റെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ വിശ്വാസം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ നീതിമാനായി തീരുന്നത്. അങ്ങനെ ദൈവത്തിന്റെ നീതിമാനായി തീരുന്ന ഒരു വ്യക്തി വിശ്വാസം മൂലം, ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ ദൈവത്തിന്റെ വിശ്വാസം മൂലം ജീവിക്കുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വീണ്ടും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ന്യായപ്രമാണം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ന്യായപ്രമാണ വിശ്വാസം കൊണ്ട് ഒരു വ്യക്തിയും ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നില്ല, മറിച്ച് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിന്റെ വിശ്വാസം നമുക്ക് ലഭിക്കണം. അപ്പൊ നമുക്ക് ലഭിക്കുമ്പോൾ ആ വിശ്വാസം എന്റേതായി തീർന്നു. ഈ വിശ്വാസമാണ് ഞാൻ മറ്റൊരു വ്യക്തിക്ക് പകർന്നു കൊടുക്കേണ്ടത്. അപ്പൊ ഇതിങ്ങനെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് ഈ യുഗാന്ത്യം വരെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വീണ്ടും ഗലാത്യർക്ക് എഴുതിയ ലേഖനം തന്നെ 3-ാം അധ്യായം 22-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴിൽ അടച്ചു കളഞ്ഞു. അപ്പൊ എല്ലാവരും പാപത്തിലായിരിക്കുവാനുള്ള ഒരു കാരണം വചനം പഠിപ്പിക്കുന്നത്, ഇങ്ങനെ എല്ലാവരും പാപത്തിന്റെ കീഴില് ദൈവം അടച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരെയും പാപത്തിന്റെ കീഴില് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എല്ലാവർക്കും ഈ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും വിശ്വാസം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ വരേണ്ടതിന് ദൈവം എല്ലാവരെയും പാപത്തിന് കീഴിൽ അടച്ചു കളഞ്ഞു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ യേശുവിനെ നമ്മൾ വിശ്വസിച്ച് യേശുവിലൂടെ ക്രിസ്തുവിനെ ലഭിക്കുമ്പോഴാണ് നമുക്ക് ഈ വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിമാന്മാരായി തീരുന്നത് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ യേശുവിലൂടെയാണ് നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ ലഭിക്കുമ്പോഴാണ് നമ്മൾ നീതിമാന്മാരായി തീരുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ നീതിമാന്മാരായി തീരുന്നത്. ഈ വിശ്വാസം ലോകത്തിന് കാണിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ദൈവത്തിലൂടെ ഇങ്ങനെ ദൈവത്തിന്റെ വിശ്വാസം ലഭിച്ച് ആ വിശ്വാസത്തിലൂടെയാണ് നാം നീതീകരിക്കപ്പെടുന്നത് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ വീണ്ടും ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം തന്നെ അതിന്റെ 3-ാം അധ്യായം 23-ാം വാക്യം പഠിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു. അപ്പൊ ഈ വിശ്വാസം വരുന്നതിന് മുമ്പ് നമുക്കറിയാം, ഈ വിശ്വാസം ലോകത്തിന് പകർന്നു കൊടുത്തത് യേശുവാണ്. അതിനു മുമ്പ് വരെ ദൈവം ഈ ന്യായപ്രമാണത്തിന് കീഴിൽ മനുഷ്യനെ അടച്ചു വെച്ചിരുന്നു, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിൽ ആയിരുന്നു മനുഷ്യൻ. അതിന്റെ കാരണം എന്താണ്? ഈ വിശ്വാസത്തിലൂടെയാണ് ദൈവം നമ്മെ നീതീകരിക്കുവാൻ തീരുമാനിച്ചിരുന്നത്. അപ്പൊ വിശ്വാസം വരുന്നതിന് മുമ്പ് വരെ നമ്മളെപ്പോഴും ന്യായപ്രമാണത്തിന് കീഴിലാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കുന്ന മനുഷ്യനെ ദൈവം വിശ്വാസത്തിലൂടെയാണ് നീതീകരിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെയാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കുവാൻ ഈ രക്ഷ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് വിശ്വാസത്തിലൂടെയാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്.
ഇനി എങ്ങനെയാണ് ഈ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം അതിന്റെ 17 വാക്യം, 10 അധ്യായം 17 വാക്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനത്താൽ നിന്നല്ല, ദി വേർഡ് ഓഫ് ഗോഡ് എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നമുക്ക് ഈ വിശ്വാസം ലഭിക്കുന്നത് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം കേട്ട് ആ ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നമുക്ക് വിശ്വാസം വരേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസം ലഭിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ വചനം കേട്ട്, ദൈവവചനം കേട്ട്, ദൈവവചനത്തിലൂടെ നമുക്ക് വിശ്വാസം ലഭിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ വിശ്വാസമാണ്. അങ്ങനെ ആ വിശ്വാസം അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിന്റെ നീതിമാന്മാരായി തീരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ നീതിമാന്മാരായി വസിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ നീതിമാന്മാരായി ജീവിക്കുവാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഏക മാർഗം ദൈവത്തിന്റെ വചനം കേട്ട്, ദൈവത്തിന്റെ വചനം വിശ്വസിച്ച്, അങ്ങനെ ആ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ദൈവത്തിന്റെ നീതിമാന്മാരായി തീരുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എഫെസ്യർക്ക് എഴുതിയ ലേഖനം നമ്മൾ ആദ്യം മനസ്സിലാക്കിയതുപോലെ അതിന്റെ 2-ാം അധ്യായം 8-ാം വാക്യം പഠിപ്പിക്കുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനം കേട്ട് ആ വചനമനുസരിച്ച് ജീവിച്ച്, അങ്ങനെ ഈ വചനം കേട്ട് ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവത്തിന്റെ കൃപയിലൂടെയാണ്. അപ്പൊ ദൈവം നമ്മളിൽ കൃപ ചൊരിയുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വചനം കേൾക്കുവാനും, ദൈവത്തിന്റെ വചനം കേട്ട് അത് വിശ്വസിച്ച്, അങ്ങനെ ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമ്മെ ദൈവം പ്രാപ്തരാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുമ്പോഴാണ്. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ഈ വചനം, ദൈവത്തിന്റെ സത്യവചനം കേട്ട് ആ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വിശ്വാസം നമുക്ക് ഉള്ളവരായി, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വിശ്വാസം ലഭിച്ച് ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം. അങ്ങനെ ആ വിശ്വാസത്തിലൂടെ, ദൈവത്തിന്റെ വചനം കേട്ട് ദൈവവചനം വിശ്വസിച്ച് ആ ദൈവവിശ്വാസത്തിലൂടെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.